ഇന്ത്യ വെറുമൊരു രാജ്യമല്ല, ഒരു സ്വപ്നമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും സംസ്കാരവുമുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷകളുള്ള ഒരു മഹാശക്തി. 47-ൽ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് ഇന്ന് ലോക സാമ്പത്തിക ശക്തികളുടെ മുൻനിരയിൽ എത്തി നിൽക്കുന്നു. ഈ യാത്ര എളുപ്പമായിരുന്നില്ല. തുടക്കത്തിൽ നമ്മുടെ രാജ്യം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി, പിന്നീട് വ്യവസായികവൽക്കരണത്തിലൂടെ സ്വയം പര്യാപ്തത നേടി. എന്നാൽ 1991-ലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒരു വഴിത്തിരിവായിരുന്നു. മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരിക്കെ നടപ്പിലാക്കിയ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുഖച്ഛായ തന്നെ മാറ്റി. ലോകത്തിന് മുന്നിൽ ഇന്ത്യ പുതിയ വാതിലുകൾ തുറന്നു. ഇന്ന് നമ്മൾ ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ജപ്പാനെ പിന്തള്ളി ഈ നേട്ടം കൈവരിച്ചുവെന്നത് അഭിമാനകരമാണ്. ആഭ്യന്തര ഉൽപാദനത്തിന്റെ ശക്തി കഴിഞ്ഞൊരു ദശാബ്ദത്തിനിടെ ഇന്ത്യയുടെ വളർച്ചാ യാത്ര പുതിയ ദിശയിലേക്ക് മാറ്റി. മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികളിലൂടെ ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു. ഇത് രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വിദേശ നിക്ഷേപം ആകർഷിക്കാനും സഹായിച്ചു. സാങ്കേതിക വിദ്യയുടെ വിപ്ലവം ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ നമ്മുടെ രാജ്യം വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ബാങ്കിംഗ് മുതൽ സർക്കാർ സേവനങ്ങൾ വരെ ഇന്നൊരു വിരൽത്തുമ്പിൽ ലഭ്യമാണ്. UPI പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. സാമ്പത്തിക മേഖലയിലെ നേട്ടങ്ങൾ അതുകൂടി പരിശോധിക്കുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ GDPയുടെ 55% സേവന മേഖലയിൽ നിന്നാണ് വരുന്നത്. വിവര സാങ്കേതിക വിദ്യ, ആരോഗ്യ രംഗം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ രാജ്യം ലോക ശ്രദ്ധ നേടി. കാർഷിക മേഖലയിലും നമ്മൾ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. 2023-ലെ കണക്കനുസരിച്ച് 330 ദശലക്ഷം ടണ്ണിലധികം ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നാം സ്വയം പര്യാപ്തത കൈവരിച്ചു. പിന്നെ സ്റ്റീൽ ഉൽപാദനം ലോകത്ത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ടെക്സ്റ്റൈൽസിലാണെങ്കിൽ 4.5 കോടിയിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഏറ്റവും വലിയ വ്യവസായമാണിത്. പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നോക്കുമ്പോൾ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനൊപ്പം അത് സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുന്നതിലും ഇന്ത്യ മുൻപന്തിയിലാണ്. അപ്പോൾ ഈ നേട്ടങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം നൽകുന്നു. വെല്ലുവിളികളും സാധ്യതകളും എല്ലാ വിജയങ്ങൾക്കുമിടയിലും നമുക്ക് ചില വെല്ലുവിളികളുണ്ട്. രാജ്യത്ത് സാമ്പത്തിക അസമത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കൂടാതെ തൊഴിലില്ലായ്മയും വിദേശത്തേക്ക് കുടിയേറുന്ന യുവജനങ്ങളും ഒരു പ്രശ്നമാണ്. എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇന്ത്യ. നമ്മുടെ യുവജനതയുടെ കഴിവും ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമുള്ള നയങ്ങളും ലോകത്തെ ഏറ്റവും വലിയ വിപണി എന്ന പദവിയും നമ്മളെ കൂടുതൽ മുന്നോട്ട് നയിക്കും. ഒരു സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് വളർന്ന ഇന്ത്യയുടെ യാത്ര എന്തായാലും ഇപ്പോഴും തുടരുകയാണ്. നമ്മുടെ ഭാവിയുടെ അടിത്തറ ശക്തമാണ്. ഈ വളർച്ചയുടെ ഭാഗമാകാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.